കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഇന്തിഫാദ ലോഗോ മാറ്റണമെന്നുള്ള ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരള സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ചാൻസലർക്ക് പ്രത്യേക ദൂതൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥിയും ABVP പ്രവർത്തകനുമായ ആശിഷ് AS നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. കൂടുതൽ വിവരങ്ങളുമായി രേഷ്മ ബാബു ചേർന്നുണ്ട്. രേഷ്മ, ഹൈക്കോടതിയുടെ നിരീക്ഷണം എങ്ങനെയാണ്? വിഷ്ണു, കേരള സർവകലാശാല കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് ഹമാസ് ഭീകരാക്രമണങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ഇന്തിഫാദ എന്ന പേര് നൽകിയതിനെതിരെ വലിയ രീതിയിൽ പ്രതിഷേധം ഉയർന്നിരുന്നു. അതിനിടയിൽ തന്നെയാണ് ഹൈക്കോടതിയിൽ ഒരു ഹർജി എത്തിയിരിക്കുന്നത്. നിലമേൽ NSS കോളേജിലെ വിദ്യാർത്ഥിയും ഒപ്പം തന്നെ ABVP പ്രവർത്തകനുമായ ആശിഷ് AS ആണ് ഇത്തരമൊരു ഹർജി ഹൈക്കോടതിയിൽ സമർപ്പിച്ചത്. ഈ ഹർജി ഇന്ന് ജസ്റ്റിസ് PV കുഞ്ഞികൃഷ്ണന്റെ ബെഞ്ച് പരിഗണിക്കുകയും ഒപ്പം തന്നെ ഈ ഹർജിയിലെ എതിർകക്ഷികളായിട്ടുള്ള കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, ചാൻസലർ ആയിട്ടുള്ള ഗവർണർ, സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. ഹർജി ഹൈക്കോടതി ചൊവ്വാഴ്ച വിശദമായിട്ട് പരിഗണിക്കും. ചാൻസലർക്കും ഒപ്പം തന്നെ ചാൻസലറായിട്ടുള്ള ഗവർണർക്കും അതോടൊപ്പം സർവകലാശാല യൂണിയനും പ്രത്യേക ദൂതൻ മുഖേനയാണ് ഹൈക്കോടതി നോട്ടീസ് അയച്ചത്. പ്രധാനമായിട്ടും ഹർജിക്കാരൻ ഉന്നയിക്കുന്ന വാദഗതികൾ എന്ന് പറയുന്നത് ഇപ്രകാരമാണ്. അതായത് അസ്വസ്ഥത ഉണ്ടാക്കുന്ന ഒരു പേരാണ് ഇന്തിഫാദ എന്നുള്ളത്. ഇതൊരു അറബി പദമാണ്. ഈ അറബി പദമായിട്ടുള്ള ഇന്തിഫാദ എന്നത് ചരിത്രപരമായിട്ട് ഭീകരവാദ സംഘങ്ങളുമായി ബന്ധമുള്ളതാണ്. പലസ്തീൻ ഇസ്രായേൽ യുദ്ധവുമായി ബന്ധപ്പെട്ടുള്ള പദമാണിത്. അതുകൊണ്ട് തന്നെ ഒരു കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് ഇത്തരമൊരു പേര് നൽകുന്നത് അത് തെറ്റായ നടപടിയാണ്. നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട് ചാൻസലറായിട്ടുള്ള ഗവർണർക്കും അതോടൊപ്പം തന്നെ സർവകലാശാലയ്ക്കും VC-ക്കും ഒരു പരാതി നൽകിയിരുന്നു. അതിൽ യാതൊരു തരത്തിലും നടപടി ഉണ്ടായില്ല. അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റാനായിട്ട്, ഈ പേര് പിൻവലിക്കാനായിട്ട് ഹൈക്കോടതി നിർദ്ദേശം നൽകണമെന്നുള്ളതാണ് ഈ ഹർജിയിൽ ഉന്നയിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട ആവശ്യം. മാത്രവുമല്ല, ഈ ആർട്ടിക്കിൾ 51, അതായത് ഭരണഘടനയുടെ അനുച്ഛേദം 51-ന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ ലോഗോയ്ക്ക് ഇന്തിഫാദ എന്ന പേരിട്ടിട്ടുള്ളത്. അന്താരാഷ്ട്ര തലത്തിൽ സമാധാനം പുലരുക, അല്ലെങ്കിൽ സമാധാനവും ഐക്യവും പുലരുക, സുരക്ഷിതത്വം പുലരുക തുടങ്ങിയ കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 51-ലൂടെ പറയുന്നത്. പക്ഷേ അതിന് വിരുദ്ധമായിട്ടാണ് ഇത്തരത്തിൽ സർവകലാശാല യൂണിയൻ കലോത്സവത്തിന്റെ ലോഗോയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് വിദ്യാർത്ഥികളുടെ ഇടയിലുള്ള ഒരു സാഹോദര്യത്തിനെ ഭിന്നിപ്പിക്കുന്ന തരത്തിലേക്ക് മാറും. അത്തരത്തിലൊരു ഭിന്നത ഉണ്ടാക്കലല്ല കലോത്സവങ്ങളുടെ ലക്ഷ്യം. അതുകൊണ്ട് തന്നെ ഈ പേര് മാറ്റണം എന്നുള്ളതാണ് ഹർജിക്കാരൻ ഉന്നയിച്ചിരിക്കുന്ന ആവശ്യം. എന്തായാലും പ്രാഥമിക നടപടി എന്നുള്ള രീതിയിൽ തന്നെയാണ് ഹർജിയിൽ ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് നിലവിൽ എതിർകക്ഷികൾക്ക് നോട്ടീസ് അയച്ചിരിക്കുന്നത്. അവരുടെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി ഇക്കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കുക. പ്രത്യേകിച്ചും ഈ പദം എന്ന് പറയുന്നത്, ഇന്തിഫാദ എന്ന് പറയുന്നത് അറബി പദമാണ്. അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് കുടഞ്ഞെറിയൽ എന്നാണ്. ഇസ്രായേലിനെതിരെ ഹമാസ് ഭീകരർ നടത്തിവരുന്ന തീവ്രവാദ ആക്രമണങ്ങളെ സൂചിപ്പിക്കുന്ന പദമാണ് ഇത്തരത്തിൽ ഇന്തിഫാദ. ഈ ഇന്തിഫാദ എന്ന പേര് ലോഗോയ്ക്ക് നൽകിയതിൽ അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്. SFIയുടെ സർവകലാശാല യൂണിയനാണ് പേര് നൽകിയത്. അതിൽ പറയുന്നത് അധിനിവേശങ്ങൾക്കെതിരെ കലയുടെ പ്രതിരോധം എന്നുള്ള രീതിയിലാണ്. പക്ഷേ ഈ തീവ്രവാദ സംഘങ്ങളുമായി ബന്ധപ്പെട്ട പേര് നൽകിയതിലൂടെ ഒരു ഗൂഢ ലക്ഷ്യം യൂണിയൻ ഉണ്ട് എന്ന് തന്നെയാണ് ഹർജിക്കാരൻ ആരോപിക്കുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഹൈക്കോടതി എന്ത് നിലപാടെടുക്കുമെന്നുള്ളതാണ് ഇനി ഏറെ പ്രാധാന്യം അർഹിക്കുന്നത്. എന്തായാലും ഈ ഹർജിയിൽ എതിർകക്ഷികളുടെ മറുപടി കൂടി കേട്ട ശേഷമായിരിക്കും ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് അടുത്തയാഴ്ച ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കുക. വ്യക്തമാണ്. കേരള സർവകലാശാല കലോത്സവത്തിന്റെ ഇന്തിഫാദ ലോഗോ മാറ്റണമെന്നുള്ള ഹർജിയിൽ ഹൈക്കോടതിയുടെ ഇടപെടൽ. കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ, കേരള സർവകലാശാല യൂണിയൻ എന്നിവർക്ക് ഹൈക്കോടതി നോട്ടീസ് അയച്ചു. ചാൻസലർക്ക് പ്രത്യേക ദൂതൻ മുഖേനയാണ് നോട്ടീസ് അയച്ചത്. നിലമേൽ NSS കോളേജ് വിദ്യാർത്ഥിയും ABVP പ്രവർത്തകനുമായ ആശിഷ് AS നൽകിയ ഹർജിയിലാണ് കോടതിയുടെ നടപടി. രേഷ്മ ബാബുവാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.